ഹായ് എവരിബഡി. വെരി മോർണിംഗ്. കുറച്ച് ഉറങ്ങിപ്പോയി. ഉറക്കം നല്ലതല്ലേ. അപ്പം ഇന്ന് ഭയങ്കര ഒരു രസകരമായ ഒരു കാര്യം പറയാം. അയ്യോ മറന്നുപോയി. ബഹുമാനപ്പെട്ട രായൻ തിരുവടി അവർകൾക്കും അവർ സൈബർ അറ്റാക്കിന് നിയമിച്ച എല്ലാവർക്കും നല്ല നമസ്കാരം. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് ഡിസംബർ 30 ഒരാൾ എനിക്കെതിരെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കേട്ട് മടുത്ത് കാണുമല്ലോ യൂട്യൂബുകാർ, എൻ്റെ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു വിവരാവകാശം കൊടുത്തു ഡീറ്റെയിൽ. എനിക്കിങ്ങനെ എഴുതിയതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടോ, അവിടെ വല്ല റിപ്പോർട്ടും തിരുവടികൾ സമർപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തിരുവടികളുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വേണം. അപ്പോൾ ആ വിവരാവകാശത്തിൽ അവർ തന്നൊരു കോമഡി ട്രാജഡിയിലേക്ക് എത്തും. എൻ്റെ അല്ല, എന്താണെന്നറിയോ? അത് വരുന്ന 12 ഡിസംബർ 30 കഴിഞ്ഞ കാര്യം ഈ വരുന്ന 12 സിറ്റിങ്ങിന് വെച്ചിട്ടുണ്ട്. അത് കിട്ടിയത് വിവരാവകാശത്തിൻ്റെ മറുപടി ആയിട്ടാണ്, അല്ലാതെ അല്ല. ഞാൻ പറഞ്ഞപ്പോൾ അവർ ഓർമ്മിച്ചു. അയ്യോ, വലിയ ഉപകാരം. ഇതിനപ്പുറം ഒരു ഉപകാരം എൻ്റെ ലൈഫിൽ കിട്ടാനില്ല. അതായത് ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ ചുമര എഴുതിയതിൻ്റെ മേലെ ഡയറക്ടർ വല്ല എൻക്വയറിയും വെച്ചിട്ടുണ്ടോ, ഉണ്ടായിരുന്നോ, ഞാനെല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പം അതിൻ്റെ മേലെ എന്താണ് കിട്ടിയ റിപ്പോർട്ട് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറയാം, കഴിഞ്ഞ ഡിസംബർ 30 ചുമര എഴുതിയ പരാതി കിട്ടിയതിന് അത് ഉത്തരം ഏതിലാണെന്നറിയോ? വിവരാവകാശത്തിൽ. ഞാനൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. ആ വിവരാവകാശത്തിൽ മറുപടി തന്നിട്ടുണ്ട്. എനിക്കൊറ്റ കാര്യം ചോദിക്കാനില്ലോ, തെമ്മാടികൾക്കും ഗുണ്ടകൾക്കല്ലേ ഇറങ്ങിപ്പോയിക്കൂടെ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ അല്ലേ? ഈ സംഭവ സ്ഥലത്തു നിന്ന് ഈ ചെയറിലിരിക്കാൻ ഇവന്മാർക്ക് എന്ത് അധികാരം? ഇവർക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? അതെൻ്റെ ഒരു സഹിക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണിത്. ഇറങ്ങിപ്പോയിക്കൂടെ? എന്തിനാ ഇത്ര ത്യാഗം? എൻ്റെ വിവരവും കൂടി ഇല്ലാത്തവർ എൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ ലജ്ജിക്കുന്നു. ഞാൻ കുറേ വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വിവരം കൂടി ഇല്ലാത്തവരാണ് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് മറുപടി തരുന്നത്. അതായത് വിവരാവകാശം കിട്ടിയപ്പം ബോധ്യം വന്നു, ഇങ്ങനൊരു എൻക്വയറി വേണം അല്ലേ, അല്ലാതെ സസ്പെൻഡ് ചെയ്തുകൂടാ അല്ലേ, അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തുകൂടാ അല്ലേ. അതുമല്ല, വെറും ട്രാൻസ്ഫർ അല്ലല്ലോ, ഒരുപാട് അലിഗേഷൻസ് വെച്ച ട്രാൻസ്ഫർ ആണല്ലോ. അപ്പം അതിൻ്റെ മേലെ എൻക്വയറി നടത്തിയിട്ട് വേണോ നടപടിയെടുക്കാൻ? അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്നാൽ വിവരാവകാശം ചോദിച്ചത് കൊണ്ട് ഓർമ്മിപ്പിച്ചല്ലോ, നന്ദി. ഒരു എൻക്വയറി വെച്ചിട്ടുണ്ട്. പിന്നെ പീഡിപ്പിച്ചവന് കട്ട സപ്പോർട്ട് എന്നില്ല തെളിവാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എല്ലാ ദിവസവും എൻ്റെ ചാനലിൽ വന്നിട്ടിടുന്ന കമൻറ്റ്. അത് മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ
ഇപ്പം വന്നൊരുത്തനെ കൊണ്ട് ഇടുന്നത് ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. അയാളെ മുന്നേ എന്നെ അയാൾക്കറിയില്ല, അയാളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാ. ഈ എഴുതാനും പറഞ്ഞ് എഴുതിപ്പിച്ചതാ. സസ്പെൻഷൻ വാങ്ങിയതും ജയിലിലാവാൻ പോകുന്നതും എഴുതിയവനാണ്. എഴുതിപ്പിച്ചവര് പിറകെ വരും. ഇപ്പോൾ എനിക്ക് കമൻ്റ് ഇടിക്കുന്നതും പുതിയ ആളെ കൊണ്ടാണ്. ഈ ശരിക്ക് പറഞ്ഞാലേ സർക്കാർ ഓഫീസൊക്കെ അഴിഞ്ഞാട്ട കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടില്ലേ. അഴിഞ്ഞാട്ട കേന്ദ്രങ്ങൾ. ഒരു റിപ്പോർട്ടിന് മറുപടി ചോദിക്കുമ്പം പറയാ പിന്നെ ഒരു എൻക്വയറി നടത്തിയോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം വിവരാവകാശത്തിൽ തന്നിട്ടുണ്ട്. ആ എൻക്വയറിക്ക് വെച്ചിട്ടുണ്ട്. ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ് അവിടെ ഇരിക്കുന്നവർക്ക്. എന്തിനാ ഈ ഡയറക്ടർ ഇതിനെല്ലാം ഒപ്പിടുന്നെന്ന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഡയറക്ടറെ. ഡയറക്ടർ തിരുവടികളെ കൊണ്ട് ഞാൻ ഇതിന്റെ ഉത്തരം പറയിപ്പിച്ചേ അടങ്ങും. ആ എനിക്കെതിരെ ഏത് എൻക്വയറിന്റെ മേലെ താങ്കൾ എന്നെ ട്രാൻസ്ഫർ അടിക്കാൻ ഒപ്പിട്ട് കൊടുത്തത്? ഈ തിരുവടികൾ അത് കേട്ടിട്ട് ആ തിരുവടികൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും ഒരേ തിരുവടികളാണെങ്കിലും കുടുങ്ങുമ്പോൾ രണ്ട് തിരുവടികളും കുടുങ്ങൂലേ തിരുവടികളെ? ഒരുത്തൻ ഇവിടുന്ന് കുറേ ഇല്ലാത്ത അലിഗേഷൻസ് വെച്ചപ്പോൾ അപ്പുറത്തെ തിരുവടികൾ വേഗയില് എന്തിന്? എന്താ ചെയ്തത്? 2 മാസത്തിന് ശേഷം ഞാൻ കോടതി പോകാൻ വേണ്ടിയിട്ട് ഒരു വിവരാവകാശം ചോദിച്ചത്. 2 മാസത്തിന് ശേഷം കോടതി പോകേണ്ട ആവശ്യത്തിനാണ് വിവരാവകാശം ചോദിച്ചത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെപ്പോലെ എല്ലാവരും വിവരമില്ലാത്തവരും അവൻ്റെതും ഇവൻ്റെതും നേതാക്കന്മാരതും കേട്ടിട്ട് എന്നാണോ? തെറ്റിപ്പോയി. ഇവിടെ മിണ്ടാതിരിക്കുന്നതല്ല, വിവരാവകാശം ശേഖരിക്കുന്നതിന്റെ തിരക്കിലാ. വിവരാവകാശം കളക്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാ. അതിൽ ചില കോമഡികൾ വരുമ്പോ പിന്നെ പറയാതെ എന്ത് ചെയ്യും? എഞ്ചിനീയറിംഗ് കോളേജിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും മീൻസ് OA ബഹുമാനപ്പെട്ട അവർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏത് എൻക്വയറിൻ്റെ മേലെയാണ് എനിക്കെതിരെ നടപടി എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത 12 ഈ മാസം 12-ന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാള്, കണ്ണൂർ വനിതാ പോളിലെ പ്രിൻസിപ്പാളും കൂടി എൻ്റെ ഭാഗം കേൾക്കാൻ വെച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫും ഒപ്പ് ശേഖരിച്ചവരും യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നവരൊക്കെ ഒന്ന് നല്ല വൃത്തി കേട്ടേക്കണേ. ബഹുമാന പുരസ്സരം അവതരിപ്പിക്കുന്നതാണ്, കേട്ടേക്കണേ. കേസ് കൊടുക്കരുത് എൻ്റെ പേരിൽ, കേട്ടേക്കണേ. പേടിയാവും കേസ് കൊടുക്കുമ്പോൾ. പാവത്തുങ്ങളെ ദ്രോഹിക്കരുത്. കേട്ടല്ലോ? ലാബിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ തെറി വിളിച്ചിട്ട് റോഡിലെ സിന്താപം കാണും ഓടിപ്പോന്ന ഓളികളെല്ലാം ഒന്ന് കേൾക്കണേ. ഓളികളെ, കമൻ്റ് ഓളികളും ഒന്ന് കേൾക്കണേ. കമൻ്റ് ഓളികളെ മുന്നിലാണ് വെക്കുന്നത്. 2 മാസം മുന്നേയുള്ള എൻക്വയറിക്ക് വെച്ചിട്ടുണ്ട്. അതും എൻ്റെ വിവരാവകാശത്തിലാടാ തന്നത്. എൻ്റെ വിവരാവകാശത്തിൻ്റെ മറുപടിയാണെടാ സിറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന്. ഉളുപ്പുണ്ടെങ്കിൽ വെച്ചിട്ട് പോട് പണി. ഈ പണി മതിയാക്കി പോട് ഉളുപ്പുണ്ടെങ്കിൽ. ശ്രീലത തുടങ്ങുന്നേ ഉള്ളൂ. ശ്രീലതൻ്റെ കളി തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യത്തെ വിവരാവകാശം ലോക വണ്ടർ 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 വേൾഡ് വണ്ടർ കോമഡി. ശ്രീലത തുണിയെടുക്കുന്നുണ്ടോ? ശ്രീലത എത്ര കല്യാണം കഴിച്ചു? ശ്രീലതൻ്റെ ലേറ്റസ്റ്റ് കല്യാണത്തിലെ ഹസ്ബൻഡ് എന്തായിരുന്നു പ്രശ്നം? അയാളിപ്പോൾ എന്താണ്? കൂടെ തന്നെ ഉണ്ടോ? വെട്ടിപ്പിരിഞ്ഞോ, തെറ്റിപ്പിരിഞ്ഞോ, കൊത്തിപ്പിരിഞ്ഞോ?
അല്ല കൂടെ തന്നെ രഹസ്യമായിട്ട് വരും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടോ? പലതും കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒന്ന് ഡീറ്റെയിൽസ് അറിയണല്ലോ. അയ്യേ, തുണി ഉടുക്കാണ്ട് വീഡിയോ ഇടുന്ന്. അയ്യേ അയ്യേ അയ്യയ്യേ, തുണി ഉടുക്കാണ്ട് വീഡിയോ ഇടുന്ന്. തുണി ഉടുക്കാത്ത പിന്നെ പെയ്ഡ് ചാനലിൽ കയറുന്ന മാന്യന്മാര്, ഡ്യൂട്ടി സമയത്ത് വീഡിയോ കാണുന്ന മാന്യന്മാര്, ഇവരൊക്കെയാണ് എൻ്റെ വീഡിയോന് തുണി തീരുമാനിക്കുന്നത്. എൻ്റെ വീട് എൻ്റെ തുണി, പിന്നെ എൻ്റെ എൻ്റെ എന്താ പറയണ്ട, എൻ്റെ ഫോൺ എൻ്റെ വീഡിയോ ഉളുപ്പില്ലാണ്ട് കണ്ടിട്ട് പിന്നെ കമൻ്റ് ഇടുക. എല്ലാ സർക്കാർ ജീവനക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഒരു സെക്ഷൽ ഹാരാസ്മെൻറ്റ് നടന്നിട്ട് 2 മാസമായി. എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിവരാവകാശം ചോദിച്ചു. ആ വിവരാവകാശത്തിൻ്റെ മറുപടി ഈ മാസം 12-ന്, അതായത് മാർച്ച് 12-ന് ഒരു ഹിയറിങ് വെച്ചിട്ടുണ്ട് എന്ന്. മറ്റിടത്ത ഭരണം ശക്തമായിട്ട് പ്രതികരിക്കാൻ ആളില്ലാത്തോണ്ടാണ്. കുറെ ഡാഷുകൾക്ക് വേണ്ടിയിട്ട് തലയാട്ടാൻ ആളുള്ളത് കൊണ്ടാണ്. കുറെ തിരുവടികൾക്ക് വേണ്ടി ഈ അടിയങ്ങൾ പുച്ഛിച്ച് ഓച്ചാനിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പുച്ഛിച്ചിട്ടാണ് ഓച്ചാനിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഇനി വലിയ മറുപടി പറയേണ്ടി വരും. വലിയ മറുപടി പറയേണ്ടി വരും. ആദ്യത്തെ വിവരാവകാശം വളരെ സക്സസ്ഫുൾ ആയിപ്പോയി. ഞാൻ ആ സന്തോഷം ഒന്നും സത്യം പറഞ്ഞ ലോകത്തായിരിക്ക് കിട്ടൂലെന്ന് തോന്നുന്നു. പരാജയത്തിന്റെ 16 അടിയന്തരം. അതായത് നമ്മളെ സംവിധാനങ്ങള് പരാജയത്തിന്റെ 16 അടിയന്തരം. എനിക്ക് ഫസ്റ്റ് കിട്ടിയ വിവരം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ തന്നെ വണ്ടർഫുൾ, അമേസിങ്, ഭയങ്കര പിന്നെ എന്താന്ന് ഇന്റലിജന്റ് ആയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു വളരെ പവർഫുള്ളായൊരു മറുപടി ഇട്ടിട്ടുണ്ട്. അയ്യോ, എൻ്റെ PhD-കാരേ, എൻ്റെ ഒപ്പ് ശേഖരണക്കാരേ, ഡബിൾ PhD-കാരേ, ഷീ മീ പി കെ സേ സു സേ. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ തിരുവടികളെ കേട്ടിരുന്ന തിരുവനന്തപുരം തിരുവടികളും സ്റ്റേഷൻ കയറേണ്ടി വരുമല്ലോ, കോടതി കയറി വരേണ്ടി വരുമല്ലോ എന്ന ഒരൊറ്റ ആകുലത എനിക്കില്ല. പ്രതിനെ സംരക്ഷിച്ചു എന്നില്ലേനി അത്രയും കമന്റ് ഇട്ട് തെളിവ് തന്നതിനുള്ള നന്ദിയും അറിയിക്കുന്നു. പല തെളിവും കോളേജിൽ നിന്ന് തന്നെ തരുന്നതിലും വന്നുകൊണ്ടിരിക്കുന്നതിലും ഡയറക്ടറേറ്റ് തരുന്നതിലും ഒരുപാട് നന്ദി മാത്രം. വേറെ എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. നന്ദി, വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി എല്ലാ തിരുവടികളോടും, എല്ലാ കമൻറ്റോളുകളോടും വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി, ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള വിവരാവകാശങ്ങൾ വരട്ടെ. കേരളത്തിലെ ജനങ്ങളും ലോകത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അറിയുന്ന വിധത്തിൽ നമുക്ക് കാണേണ്ടി വരും. കാണും. കോടതിയിൽ വിശ്വസിക്കുന്നു, കാണും. നമ്മൾ എല്ലാ തിരുവടികളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കേണ്ടവരൊക്കെ സമയമൊക്കെ വരുന്നുണ്ട്. അതിനുള്ള സൗകര്യം ചെയ്തു തരുന്ന എല്ലാവർക്കും, ഇവിടുത്തെ തിരുവടികൾക്കും അവിടുത്തെ തിരുവടികൾക്കും തിരുവടികളുടെ ദാസന്മാർക്കും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്.
കീപ് ഇറ്റ് അപ്പ്. ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല ഉത്തരങ്ങൾ.